സ്തോത്രം. ദൈവം നമ്മളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇന്നൊരു വചനത്തിൻ്റെ അകത്തൊന്ന് ഇറങ്ങണം. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, യോബിൻ്റെ ഭാര്യയുടെ മുഖത്ത് നോക്കി യോബ് പറയുന്നുണ്ട്, നീ ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ സംസാരിക്കരുതെന്ന്. ഇന്ന് അനേക ആൾക്കാരെ നമ്മളെടുത്ത് പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ, സ്തോത്രം, ആ ഭാര്യ ഭർത്താവ് എന്ന ബന്ധത്തിൽ ഒരു ഭാര്യയെ കൊണ്ട് തൻ്റെ ഭർത്താവിനെ ആത്മീയതയിൽ നിന്ന് തള്ളിയിടാം. അതേ ഭാര്യയെ കൊണ്ട് തന്നെ ആത്മീയതയിൽ ബലപ്പെടുത്തി മുമ്പിലോട്ട് പോകാനും പറ്റും. കാരണം നമ്മളിലൊക്കെ, സ്തോത്രം, ഒരു സ്വകാര്യമായിട്ടുള്ള ചില സ്വഭാവങ്ങളുണ്ട്. അത് നമ്മൾ ശമൂവേൽ വായിക്കുമ്പോൾ, സ്തോത്രം, നാഥാൻ പ്രവാചകൻ വന്ന് ദാവീദിനോട് ആ മനുഷ്യൻ നീ ആകുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മാളിക മുറിയിൽ ഉലാത്തിക്കൊണ്ടിരുന്നപ്പോൾ ഉരിയായുടെ ഭാര്യയെ കണ്ടു, അവരുമായി സഹകരിച്ചു. ഇതൊക്കെ നമുക്കെല്ലാവർക്കും അത് അറിയാം. പക്ഷെ എൻ്റെ ചോദ്യം ഇതാണ്, ഒരു അഭിഷിക്തനാണ്, തെറ്റിദ്ധരിച്ച് ആരും ചിന്തിച്ചിടരുത്. സ്തോത്രം. ആ അഭിഷിക്തൻ എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു രാജാവും കൂടിയാണ്. ആ രാജാവ് ആ സ്ത്രീയെ കണ്ടു, അതും ശരി തന്നെയാണ്. ആ സ്ത്രീയെ വിളിച്ചപ്പോൾ വരേണ്ട ഒരു കടമ ഉണ്ട്, കാരണം രാജാവാണ്. ആ സ്ത്രീക്ക് പറയാമായിരുന്നു, രാജാവ് ഇത് ചെയ്യുന്ന തെറ്റാണ്, എൻ്റെ ഭർത്താവ് യുദ്ധക്കളത്തിൽ നിൽക്കുകയാണ്, അത് ദൈവവുമായിട്ട് നല്ല ബന്ധമുള്ളൊരു മനുഷ്യൻ കൂടിയാണ്, ഇത് ചെയ്യുന്നത് ശരിയല്ല. എന്തുകൊണ്ടാണ് ഉരിയാവിൻ്റെ ഭാര്യ അങ്ങനെ സംസാരിക്കാത്തത്? നിങ്ങൾ ചിന്തിക്കുക. ഞാൻ ആ വചനം ധ്യാനിച്ചപ്പോൾ, താൻ ഗർഭിണിയാകുന്നു എന്ന് ആളെ വിട്ട് അറിയിക്കുന്നുണ്ട്. സ്തോത്രം അല്ലേ? ഒരു അഭിഷിക്തനാണ് ദാവീദ്. തൻ്റെ സ്വകാര്യതയ്ക്കകത്ത് രഹസ്യമായി വെച്ചിരുന്ന ആ വിഷയം എങ്ങനെ നാഥാൻ പ്രവാചകൻ അറിഞ്ഞ്? നമ്മളിൽ പലവരിലും പല രഹസ്യങ്ങളും പല രഹസ്യ സ്വഭാവങ്ങളും ഉണ്ട്. കാരണം പച്ച മനുഷ്യനായതുകൊണ്ട് അത് എത്ര വൈറ്റ് കോളർ ഇട്ട് മൂടിയിരുന്നാലും അത് സാത്താനും അറിയാൻ പറ്റും, ദൈവത്തിനും അറിയാൻ പറ്റും. ഇതിൻ്റെ ഒരു രഹസ്യ സ്വഭാവങ്ങളെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച്, കർത്താവേ, ഇന്ന സ്വഭാവം എനിക്കുണ്ട്, സ്തോത്രം, ഇന്ന ആമേൻ ചിന്തകൾ എനിക്കുണ്ട്, എന്നെ ഇതിൽ നിന്ന് വിടിവിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോയെന്ന് കേട്ടാൽ ചിലരത് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം, പക്ഷേ പ്രാർത്ഥിക്കാത്തവരുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഭയങ്കരമായും ദൈവത്തെ ആരാധിച്ചൊരു മനുഷ്യനാണ് ദാവീദ്. തൻ്റെ, സ്തോത്രം, ആ ഒരു തെറ്റിലേക്ക് താൻ പോയി ആ വ്യക്തി ഒരു ഗർഭം ധരിച്ചു എന്ന് കണ്ടപ്പോൾ ദാവീദിന് ഓടി വന്ന് ദൈവസന്നിധിയിൽ മുട്ടുമടക്കായിരുന്നു. പക്ഷെ ദാവീദ് അവിടെ ചിന്തിച്ചത്, ഇത് എൻ്റെ തലയിൽ നിന്ന് മാറിപ്പോണം, എൻ്റെ മനസ്സിൽ നിന്ന് ഇത് മാറിപ്പോണം. കണ്ട, ഇങ്ങനെ ചിന്തിക്കാനും ഇങ്ങനെ പ്രവർത്തിക്കാനും എവിടെ നിന്നാണ് ദാവീദിന് ഈ ബുദ്ധി വന്നേ? ദൈവത്തെ ആരാധിക്കുന്ന ഒരു മനുഷ്യനാണ്. നിങ്ങൾ ചിന്തിക്കുക. ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ നിങ്ങൾ തെറ്റെന്ന് പറ. കാരണം ആമേൻ, അങ്ങോട്ട് നമ്മൾ വായിച്ചുകൊണ്ട് വന്നപ്പോൾ ഏതു വിഷയത്തിനകത്തും ദാവീദ് ദൈവവുമായിട്ട് സംസാരിക്കുകയാണ്. തിരിച്ച് ദൈവം ദാവീദിന് മറുപടിയും കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഈ വിഷയത്തിനകത്ത് എന്തുകൊണ്ട് ദാവീദ് മുട്ടുമടക്കി പ്രാർത്ഥിച്ചില്ല? നിങ്ങൾ ചിന്തിക്കുക. കാരണം എഫോത്ത് കൊണ്ടുവരാൻ പറയുമ്പോൾ എഫോത്ത് കൊണ്ടുവരുന്നു. ഷിക്ലാദ് കത്തി നശിച്ചപ്പോൾ ഞങ്ങൾ തിരിച്ച് യുദ്ധത്തിന് പോകണമെന്ന് ദാവീദ് ഒരു മനുഷ്യൻ്റെ അടുത്തല്ല കേട്ടെ. ഇതെല്ലാം മറുപടി കൊടുക്കണം. എല്ലാ യുദ്ധവും ദൈവം അവനെ കൊണ്ട് ജയം നൽകിക്കൊണ്ടുവരികയാണ്. തെറ്റെല്ലാവർക്കും ഉണ്ട്. നിങ്ങളിത് ശ്രദ്ധിക്കുക. കാരണം ഇന്ന് അനേക പാസ്റ്റേഴ്സിൻ്റെ കുടുംബത്തിനകത്ത് ഭയങ്കര പ്രശ്നങ്ങളാണ്, ഭയങ്കരമായിട്ടുള്ള വിഷയങ്ങളാണ്. കാരണം ഇത് ദൈവസന്നിധിയിൽ തുറന്നു പറഞ്ഞ് അതിനെ ഉപേക്ഷിക്കുന്നില്ല. പകരം അതിനകത്ത്, ആ വേദനയ്ക്കകത്ത്, ആ പ്രശ്നത്തിനകത്ത് കുരുങ്ങി ഇരിക്കുകയാണ് ചെയ്യുന്നത്. സ്തോത്രം. കാരണം തിരുവചനം പറഞ്ഞ് 2-3 പേർ എൻ്റെ നാമത്തിൽ ഐക്യമത്യപ്പെട്ടാൽ, സ്തോത്രം, ഞാൻ അതിനകത്ത് ഇറങ്ങി വരുന്നൊരു ദൈവം. ഇതുപോലെ തന്നെയാണ് ശമൂവേൽ. ശ്രദ്ധിച്ച് നിങ്ങൾ വായിച്ചു നോക്ക്. ശമൂവേലിൻ്റെ ജനനത്തിന് മുന്നമേ ശമൂവേലിൻ്റെ അമ്മ ഹന്ന മനോവ്യസനത്തോടെ പ്രാർത്ഥിച്ചെന്നാണ് പറയുന്നത്. കണ്ട, എൽഖാന ചോദിച്ചിട്ട് സംസാരിക്കുന്നില്ല, ഹന്നയെ കുറ്റം പറയുന്ന ആ പെനീനെ ചോദിച്ചിട്ടും ഒരു കാര്യവും സംസാരിക്കുന്നില്ല. പക്ഷേ മനോവ്യസനം, രഹസ്യം, അത് കർത്താവിനോട് സംസാരിച്ചപ്പോൾ ദൈവം അത്ഭുതം ചെയ്തു. ശ്രദ്ധിക്കുക. ഇപ്പം ഞാൻ തന്നെ, എനിക്ക് ഒരുപാട് രഹസ്യങ്ങളുണ്ട്.
പക്ഷെ ആ രഹസ്യ സ്വഭാവത്തിനകത്ത് സാത്താൻ ഇടപെടരുത്, സാത്താൻ കൈ അടക്കി വെക്കരുത്. അവിടെയാണ് ദാവീദിന് പറ്റിപ്പോയത്. കാരണം താൻ ഒരു തെറ്റ് ചെയ്തു, ആ തെറ്റിനെ ദൈവസന്നിധിയിൽ കൊണ്ടുവരാതെ താൻ അതിനെ നികത്താൻ നോക്കി. സ്തോത്രം. പിന്നെ യുദ്ധക്കളത്തിൽ പോകുന്നില്ല, യുദ്ധക്കളത്തിനകത്ത് നിന്ന് ഈ ഉരിയാവിനെ കൊല്ലാനായിട്ട് ഒരു ലെറ്റർ എഴുതി തൻ്റെ കയ്യിൽ തന്നെ കൊടുത്തയക്കുന്ന രംഗം ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? അപ്പം ഞാൻ എന്തിനാണ് ഇതൊക്കെ പറയുന്നത്? നമ്മൾ വൈറ്റ് കോളറൊക്കെ ഇട്ട് ഭയങ്കര പ്രസംഗവും ഭയങ്കര ആരാധനയും ഭയങ്കര കടിച്ചാൽ പൊട്ടാത്ത വചനമൊക്കെ സംസാരിക്കുകയാണ്. നമ്മുടെ വീട്ടിനകത്ത് നമ്മുടെ പെരുമാറ്റങ്ങൾ, മറ്റുള്ളവരോടുള്ള നമ്മുടെ സ്തോത്രം പെരുമാറ്റങ്ങൾ, നമുക്കൊരു രഹസ്യ സ്വഭാവം വെച്ചുകൊണ്ട് നമ്മൾ എങ്ങനെ പ്രസംഗിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, രഹസ്യ സ്വഭാവമുള്ള യൂദയുണ്ട്. യേശു അവനെ കൊണ്ടു നടന്ന്, യേശുവിനെ അറിയാം ഇവൻ 30 വെള്ളിക്കാശിന് എന്നെ ഒറ്റയ്ക്ക് കൊടുക്കുമെന്ന് നന്നായിട്ട് അറിയാം. അവൻ്റെ രഹസ്യ സ്വഭാവം പോലും പല പ്രാവശ്യവും പല രീതിയിൽ കർത്താവ് അവനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നോക്കി. എന്നിട്ട് മനസ്സിലായ ഇല്ല. സ്തോത്രം. ഇയ്യോബിൻ്റെ ജീവിതം നിങ്ങൾ പഠിച്ചു നോക്കുക. അങ്ങേര് ദൈവവുമായിട്ടുള്ള ഭയങ്കര ബന്ധത്തിലാണ് ആ പ്രശ്നങ്ങൾ അത്രയും ഉണ്ടായത്. പക്ഷേ ഇയ്യോബിൻ്റെ വൈഫ് ഇയ്യോബിനെ വിട്ടു പോയിട്ടില്ല. ഹല്ലേലൂയ. സ്തോത്രം. ശിംശോനെ എടുത്ത് പഠിച്ചു നോക്കുക. തൻ്റെ ആത്മീയ ജീവിതം കൊണ്ട് കളഞ്ഞത് ഒരു ദലീമയുടെ മടിയിൽ കിടന്നപ്പോഴാണ്. കണ്ട ആ രഹസ്യ സ്വഭാവം. അവസാനം സ്തോത്രം അങ്ങേര് പറഞ്ഞ എന്താ? കർത്താവേ, ഒരിക്കൽ കൂടെ എനിക്കൊരു ശക്തി താ. പക്ഷെ ശക്തി കൊടുത്തു, ഫിലിസ്തീർ മുഴുവനായി മരിച്ചു, പുള്ളിയില്ല. ചിന്തിക്കാൻ പറ്റുമോ? അതാണ് പറഞ്ഞത്, രഹസ്യ സ്വഭാവം. നമ്മളിൽ ഓരോരുത്തർക്കും ആ രഹസ്യ സ്വഭാവങ്ങളിൽ സാത്താൻ കടക്കത്തക്ക നിലവാരത്തിലുള്ളത് ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഉണ്ടെങ്കിൽ ഓടി ദൈവസന്നിധിയിൽ വീഴണം. എന്തിനെന്ന് അറിയാവോ? പ്രാർത്ഥിക്കുന്ന നീ ഒരു വ്യക്തി വീണാൽ നിന്നെ വിശ്വസിക്കുന്ന അനേക കുടുംബങ്ങൾ ചെതറിപ്പോവും. ഈ 2025 നടക്കുന്ന സംഭവങ്ങൾ അതാണ്. ഓരോ പാസ്റ്റേഴ്സിനെ കുറിച്ചും യൂട്യൂബിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വലിയ 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 പാസ്റ്റേഴ്സൊക്കെ വീണുകൊണ്ടിരിക്കുന്ന, അതിൽ കുറേ വിഭാഗങ്ങൾ അവരോടൊപ്പം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് സ്തോത്രം ആരെ കുറ്റപ്പെടുത്താനൊന്നും തോന്നരുത് കേട്ടോ ഇതൊന്നും. പക്ഷെ അവിടെ ചിന്തിക്കുക, അവരെ വിശ്വസിച്ച് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ച ഒത്തിരി കുടുംബങ്ങൾ, അവരെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ആ പാസ്റ്റർ അത് ചെയ്തു, ആ പാസ്റ്റർ ഇങ്ങനെ ചെയ്തു, ആ പാസ്റ്റർ മറ്റത് ചെയ്തു, മറിച്ചത് ചെയ്തു. ഓക്കെ, ഒരു സഭ, ആ സഭയിൽ വിശ്വസിച്ച് വന്ന യൂത്തുകൾ, ആ സ്തോത്രം സഭയിൽ വന്ന വിഷയങ്ങൾ ആളിക്കത്തുമ്പോൾ അവിടെയുള്ള വിശ്വാസികളെ എങ്ങനെയാ ആരോടാ ചെന്ന് സംസാരിക്കണ്ടേ? നിങ്ങൾ ചിന്തിക്കേ. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, രഹസ്യ പാവങ്ങൾ, രഹസ്യ സ്വഭാവങ്ങൾ ഒരു വ്യക്തിക്കോ ഒരു പ്രാർത്ഥനക്കാരനോ ഉണ്ടെങ്കിൽ അവൻ തോക്കും. ഡെഫിനറ്റ്ലി അവൻ തോറ്റിരിക്കും. അങ്ങനെ ഒരു രഹസ്യ സ്വഭാവം ദാവീദിന് ഉണ്ടായത് കൊണ്ടാണ് പിന്നത്തെ ഇതിൽ നാഥാൻ പ്രവാചകൻ വന്ന് സംസാരിച്ചു. നമുക്കൊക്കെ അറിയാം, ചെന്ന് ദേവാലയ സ്തോത്രം തൻ്റെ പ്രാർത്ഥന റൂമിൽ പോയിരുന്നു. പക്ഷെ അവിടെ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ദാവീദ് ആലയം പണിയണമെന്ന് നാഥാൻ പ്രവാചകനോട് സംസാരിക്കുമ്പോൾ നാഥാൻ പ്രവാചകൻ പറഞ്ഞു നിന്റെ ഇഷ്ടം പോയി ചെയ്തു. പറഞ്ഞു തീർന്നില്ല. കർത്താവ് പറഞ്ഞു അവൻ ആലയം പണിയില്ല. നാഥാൻ പ്രവാചകൻ ഓടിച്ചെന്ന് പറഞ്ഞു പറ്റില്ല. ദാവീദ് അവിടെ സ്റ്റില്ലായി. നിങ്ങൾ ചിന്തിക്കുക, രഹസ്യ സ്വഭാവം നമ്മളിലുണ്ടോ? അത് വെച്ചുകൊണ്ട് മുമ്പിലോട്ട് പോകരുത്. രഹസ്യ സ്വഭാവങ്ങളിൽ നമ്മൾ ചില കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒരിക്കൽ എൻ്റെ കുറുക്കിലൊരു ചെറിയൊരു സ്റ്റിച്ച് ഇടേണ്ടി വന്നു. അപ്പം ഞാൻ എന്നിട്ടുണ്ട്, ഇത് വെള്ള ഷർട്ടായിരുന്നു. ഈ സ്റ്റിച്ചിട്ട് പോയി പതിയെ നടന്നു വരെയായിരുന്നു. പെട്ടെന്ന് എൻ്റെ ചെരുപ്പ് തട്ടി ഞാൻ കുനിഞ്ഞിങ്ങെടുക്കാൻ ആ വെള്ള ഷർട്ടിൽ അകത്തിരുന്ന ബ്ലഡ് ബ്ലീഡിങ്ങായി പുറത്ത് വരാൻ തുടങ്ങി. കണ്ടവരൊക്കെ പറഞ്ഞു, രാജീവ് ആ ഷർട്ട് മൊത്തം ബ്ലഡ് എന്ന് പറഞ്ഞു. നീ ദൈവ തേജസ് നിന്നിലിരിക്കുമ്പോൾ സാത്താൻ ചൂണ്ടിക്കാണിക്കരുത്. എന്തുവാ? നിൻ്റെ രഹസ്യ പാവങ്ങൾ, നിൻ്റെ രഹസ്യ സ്വഭാവങ്ങൾ, നിൻ്റെ രഹസ്യ സംഭാഷണങ്ങൾ, നിൻ്റെ രഹസ്യമായിട്ട് നീ കേൾക്കുന്ന നിൻ്റെ വാക്കുകൾ നിൻ്റെ ചെവിക്കകത്ത് കിടക്കുമ്പോൾ ദൈവത്തിൻ്റെ വേല ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും പെട്ടില്ലെങ്കിലും ഒരു ഭാര്യ വിചാരിച്ചാൽ ഒരു ആത്മീയനെ തറയെ തള്ളിയിടാൻ പറ്റും. ഒരു ഭാര്യ വിചാരിച്ചാൽ ആ ആത്മീയനെ ഉയർത്താൻ പറ്റും.
ഹല്ലേലൂയ, സ്തോത്രം. വളരെ ശ്രദ്ധിക്കുക, വളരെ 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 ശ്രദ്ധിക്കുക. നമ്മൾ പ്രാർത്ഥന, ആത്മീയ ജീവിതം പറഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾക്കൊരു കുടുംബമുണ്ട്. അവരെ ആ ആത്മീയ തലത്തിലേക്ക് എത്തിക്കണം. ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളാണ്, ഒരുപാട് വിഷയങ്ങളാണ്. പക്ഷെ ഞങ്ങൾ ദൈവനാമത്തിൽ, ഞങ്ങൾ വൈഫ്, കുഞ്ഞ് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും, ഒരുമിച്ചിരുന്ന് ഓരോ കാര്യങ്ങൾ സംസാരിക്കും. അതിൽ എൻ്റെ തെറ്റുകളെ കറക്റ്റാണ് പറഞ്ഞു തരുമ്പോൾ ഞാൻ ആമേൻ പറയും. കാരണം കഴിവല്ല, മിടുക്കല്ല. ആമേൻ. യേശുവിനെ അറിഞ്ഞൂടാത്ത സമയത്ത് എൻ്റെ വൈഫ് ഇതുപോലെ പറഞ്ഞാൽ ഞാനെടുത്ത് എങ്ങോട്ടെങ്കിലും കളയും. പക്ഷെ കർത്താവിനെ കുറിച്ച് പഠിച്ചപ്പോൾ, ഹല്ലേലൂയ, ഏലിയാവിനെ ഒരു വിധവയുടെ ഭവനത്തിലാണ് അയച്ചേ. സ്തോത്രം, ഹല്ലേലൂയ. ആ ഏലിയാവിനെ ഒരു വിധവയുടെ അടുക്കം അയക്കെന്ന് പറയുമ്പോൾ 3 വർഷമാവും. ഒന്ന് ചിന്തിക്കേ. ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ടാവാം, ഒരുപാട് തെറ്റിദ്ധാരണകൾ പറയാം. പക്ഷെ അവിടെ ശ്രദ്ധിച്ചു നോക്കാം. കർത്താവ് വന്ന് ഏലിയാവിനോട് സംസാരിക്കുന്നു, നിന്നെ തന്നെ ആഗാബിനെ കൊണ്ട് കാണിക്കുക, നിന്നെ തന്നെ പോയി കാണിക്കുക. ഞാൻ ചോദിക്കട്ടെ, ഇതെങ്ങനെ സംഭവിച്ചു? ഏലിയാവും ദൈവത്തോട് സംസാരിക്കുന്ന മനുഷ്യൻ, ദാവീദും ദൈവത്തോട് സംസാരിക്കുന്ന മനുഷ്യൻ. സ്തോത്രം. ഇതെല്ലാം നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ദൈവസന്നിധിയിൽ നമ്മൾ നിൽക്കണമെങ്കിൽ അത് നേരോടെ നിന്നേ പറ്റൂ. ഹല്ലേലൂയ, സ്തോത്രം. ദൈവസന്നിധിയിൽ നിൽക്കണമെങ്കിൽ നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ തന്നെ ദൈവസന്നിധിയിൽ നിൽക്കാൻ പഠിക്കണം. ഇപ്പം നമ്മളെല്ലാവരും പറഞ്ഞൊരു പദമാണ്, മനുഷ്യരാണ് തെറ്റും. ഞാൻ ചോദിക്കട്ടെ, മനുഷ്യരാണ് തെറ്റും? തെറ്റാതെ വണ്ണം നിന്നെ തന്നെ സൂക്ഷിക്കാമെന്ന് ബൈബിളിലുണ്ട്. ഈ പ്രസംഗിക്കുന്ന ഞാനായിരുന്നാലും ശരി തന്നെ, നിങ്ങളോട് പ്രസംഗിച്ചിട്ട് എൻ്റെ രഹസ്യ സ്വഭാവത്തിൽ ഞാൻ വീണ്ടും പോയിരുന്ന, ചിന്തിക്കേ, സാത്താൻ്റെ പവർ കൂടും, പരിശുദ്ധാത്മാവിൻ്റെ പവർ കുറയും. ഹല്ലേലൂയ, സ്തോത്രം. പിന്നെ സംസാരിക്കുന്നത് ഞാനല്ല, പിന്നെ സംസാരിക്കുന്നത് സാത്താനാണ് എൻ്റെ ഈ ചിന്തയ്ക്കകത്തൂടെ. പക്ഷെ അത് ജനങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം ഞാൻ വൈറ്റ് കോള് ഷർട്ടൊക്കെ ഇട്ട് നല്ല ടിപ്പ് ടോപ്പിൽ നിന്ന് വചനം സംസാരിക്കുകയാണ്. ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ നസ്രയനായ യേശുവിനറിയാം. അതുകൊണ്ടാണ് യൂദേ, ചുമ്മനം കൊണ്ടാണ് നീ എന്നെ കാണിച്ചു കൊടുക്കുന്നത്. ഏറ്റവും അവസാനം പറഞ്ഞ വാക്കുകളാണ്. പത്രോസേ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഉവ്വ കർത്താവേ. പക്ഷെ അവസാനം പറയുന്നു, നിനക്കെല്ലാം അറിയാം. എന്നെ ഇതിൽ കൂടി കേൾക്കുന്ന എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളെക്കാളും വലിയ വിശുദ്ധി, നിങ്ങളെക്കാളും വലിയതാണ് എന്ന് പറയാനോ നടിക്കാനൊന്നുമല്ല ഞാൻ സംസാരിച്ചേ. ഞാൻ ദൈവവചനം ധ്യാനിച്ചുകൊണ്ട് നിന്നപ്പോൾ തമ്പുരാൻ പറഞ്ഞൊരു പദമാണിത്. പ്രാർത്ഥിക്കുന്ന നിനക്ക് രഹസ്യ സ്വഭാവമുണ്ടെങ്കിൽ, രഹസ്യ പാപമുണ്ടെങ്കിൽ, പാപം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പാപമല്ല, സംസാരം ഒരു പാപമാണ്, രഹസ്യം. മറ്റൊരു പാസ്റ്ററിനെ കുറ്റപ്പെടുത്തി കുറ്റം പറഞ്ഞ് ആ സ്റ്റേജിനകത്ത് നീ തള്ളിക്കയറുമ്പോൾ അതും ഒരു പാപമാണ്. വിശ്വാസികളെ നോക്കി അനാവശ്യം സംസാരിച്ച് കുറ്റപ്പെടുത്തണം, അതും ഒരു പാപമാണ്. ഞാൻ പറയുന്ന പാപം നിങ്ങൾ തെറ്റിദ്ധരിച്ചെടുത്തുകളായിരുന്നു. സ്തോത്രം. യഥാർത്ഥത്തിൽ അതൊരു പാപം തന്നെയാണ്. മനസ്സിലാവുന്നുണ്ടോ? ദൈവം കനിഞ്ഞു തന്നതാണ് ഭാര്യ, ദൈവം കനിഞ്ഞു തന്നതാണ് ഭർത്താവ്. ദൈവത്തിന് അറിയാം ഏത് ഭാര്യ ആർക്ക് കൊടുക്കണം, ഏത് ഭർത്താവിനെ ആർക്ക് കൊടുക്കണം. കർത്താവിനറിയാം. പക്ഷെ നമ്മളതൊക്കെ മറന്ന നമ്മളെ ചിന്തയാണെങ്കിൽ ദാവീദ് വീണതുപോലെ നമ്മൾ വീണുപോകും. ഹല്ലേലൂയ. ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത് യുദ്ധത്തിനാണ്. അവിടെ ഊരിയയുടെ ഭാര്യയ്ക്ക് വളരെ ശ്രദ്ധയോടുകൂടി പറയാമായിരുന്നു, അരുത്, ഇത് നമ്മൾ ചെയ്യാൻ പാടില്ല. അവരത് പറഞ്ഞില്ല. കാരണം അവർ നോക്കിയത് രാജാവിനെ, രാജാവിൻ്റെ പദവി, രാജാവ്, രാജ്ഞി അതുപോലെ എടുത്തല്ലോ അവരെ. എടുത്തിട്ട് എന്തായി? ആദിജാതൻ ചത്തുപോയി. സ്തോത്രം. അതുകൊണ്ട് തന്നെ ഇതിൽ കൂടി കേൾക്കുന്ന എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, രഹസ്യ സ്വഭാവങ്ങൾ വെച്ചുകൊണ്ട്, രഹസ്യ ചിന്തകൾ വെച്ചുകൊണ്ട് നടക്കരുത്. ദൈവസന്നിധിയിൽ പോകും. കാരണം രഹസ്യ സ്വഭാവങ്ങളെ കാണുന്ന 2 വ്യക്തികളുണ്ട്. ഒന്ന് ദൈവം, 2 സാത്താൻ. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ പഠിച്ചു നോക്ക്, ബൈബിളിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇനി അനേക കുടുംബങ്ങളെ തെറ്റിച്ചുകൊണ്ടിരിക്കുക, ഫോണിൽ കൂടി, വാട്സപ്പിൽ കൂടി, രഹസ്യ കോളിൽ കൂടി അനേക പ്രാർത്ഥിക്കുന്ന അനേക കുടുംബങ്ങളെ, അനേക പാസ്റ്റേഴ്സിനെയും ആമേൻ തെറ്റിച്ചുകൊണ്ടിരിക്കുന്നതിനിപ്പോൾ ശ്രദ്ധിക്കേ, സൂക്ഷിക്കേ. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ആമേൻ.